Watch full episodes on Jio Hotstar. മാപ്പിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ എല്ലാവരും ഇപ്പൊ ഈ ഡയറക്ഷനിൽ പോയേ മതിയാകൂ. ഈ വഴി ഭയങ്കര ഇടുങ്ങിയതാണ്. ഇവിടെ മരങ്ങളൊന്നും കാണുന്നേ ഇല്ല. എവിടെ നോക്കിയാലും മലകളും മണലും മാത്രമേ കാണുന്നുള്ളൂ. ഓ എന്റെ ചങ്കുകളെ, അത് കണ്ടോ? എനിക്ക് തോന്നുന്നത് അവിടെയാണ് ഗോൾഡൻ മൗണ്ടൻ ഉള്ളതെന്നാണ്. വലിയേട്ടാ, അതെന്താ സാധനം? ഒന്നതിന്റെ അടുത്തേക്ക് പോയേ. കുറച്ചുകൂടി അടുത്തേക്ക്. എന്താണത്? ഡോക്ടർ ചക്ക, വണ്ടി വേഗം റിവേഴ്സ് എടുക്ക. പുറകെ മലയാണല്ലോ, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ കാറ് സ്റ്റാർട്ട് ആവുന്നില്ലല്ലോ, പിന്നെ നമ്മൾ എങ്ങനെയാ പോവാ? എന്റെ അമ്മോ, ഇത്രയും വലിയൊരു ജന്തുവോ? എന്റെ വലിയേട്ടാ, ഇപ്പൊ നമ്മൾ ഈ കാർ ഇവിടുന്ന് എടുത്തില്ലെങ്കിലേ പിന്നെ നമുക്ക് ഒരിക്കലും ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. എന്തെങ്കിലും ചെയ്. ഇവന്മാര് ശരിക്കും രസികന്മാരാണല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഓടിക്കോ. ഓടിക്കോ. ഏയ്, സ്റ്റോപ്പ് സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഇന്ത്യ നിയമമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. മര്യാദയ്ക്ക് നിൽക്കാൻ. ചിങ്കം സാർ, ഇവിടെ ഇവിടെ. പിടിക്കു പിടിക്കു. മോട്ടു, ഈ കയറ് പിടിച്ചോ. ഇതാ. എന്റെ ദൈവമേ, ഇവന്മാരെന്റെ പുറകെ അറിഞ്ഞോണ്ടാണ് ഓരോ കുന്തവും വലിച്ചെറിയണത്. എനിക്ക് വയ്യ. നമ്മൾ അവരെ പിന്തുടരുന്ന കാര്യം അവർക്ക് ഒരിക്കലും അറിയില്ല. ഇതെല്ലാം നിങ്ങളുടെ വിധി പോലെയാണ് നടക്കുന്നത്. മമ്മി, രക്ഷിക്കണേ. എല്ലാരും ശ്രദ്ധിച്ചു പോയിക്കൊള്ളാം. താഴെ വീഴാതെ മര്യാദക്ക് നോക്കി പോയിക്കൊള്ളാം. മോട്ടു, നോക്കി നിൽക്കാതെ വേഗം ഓട്.
വേഗം ഓടിക്കോ. എന്റെ അത്തിപ്പാറ അമ്മച്ചിയെ, ഈ കല്ല് എന്റെ പുറകെ തന്നെ ഉണ്ടല്ലോ. മോട്ടു, എന്നെ ഒന്ന് രക്ഷിക്കോ. എന്താ ഇത്, എന്റെ മൂടിന് തീ പിടിച്ചല്ലോ. ഇനി ഞാൻ റോക്കറ്റ് പോലെ പോകാൻ പോവാണ്. മാറിക്കോ. മമ്മി, ഈ പാറ നമ്മുടെ പുറകെ തന്നെ കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ. ചിങ്കം സാർ, ഓടി രക്ഷപ്പെട്ടോളൂ. ഇപ്പൊ നമ്മളെല്ലാവരും ചമ്മന്തിയാവുന്ന തോന്നുന്നു. ജീവൻ വേണമെങ്കിൽ ദേ ഇതിന് മുകളിൽ കൂടെ കേറിക്കോ. രക്ഷിക്കണേ. അങ്ങോട്ട് നോക്കൂ. സിറ്റി ഓഫ് ഗോൾഡ്. ഇവിടെ ഉള്ളതെല്ലാം സ്വർണങ്ങൾ മാത്രമാണ്. അതെ, പക്ഷെ നമുക്കിപ്പോ അങ്ങോട്ട് പോകാൻ കഴിയില്ല. അങ്ങോട്ട് പോണെങ്കിൽ 1000 അടി താഴേക്ക് പോകണം. രക്ഷപ്പെടാൻ യാതൊരു വഴിയും ഇല്ല. ഓ എന്റെ പൊന്നു ചങ്ങളെ, നിങ്ങൾ എങ്ങനെ പേടിക്കാതെന്നേ. റിമോട്ട് കൊണ്ട് ഞാൻ എന്റെ കാറിനെ ഇപ്പൊ വിളിച്ചു വരുത്തന്നേ. എന്റെ അമ്മോ, അതിന് കാറ് റിപ്പയർ ആയിരിക്കല്ലേ? ഓ എന്റെ ചങ്കുകളെ, അതില് ഹെലികോപ്റ്റർ മോഡ് വരെയുണ്ട്. അതിപ്പോ ഇങ്ങ് പറഞ്ഞെത്തും. വലിയേട്ടാ, ഈ കാറിൽ ഈ ഫെസിലിറ്റി ഉണ്ടായിട്ടാണ് ഞങ്ങളെ കൊണ്ട് ഈ ചക്രശ്വാസം മുഴുവൻ വലിപ്പിച്ചത്. വേണ്ട, ഞാൻ ഓർത്തില്ല. പൊളിക്കടുത്തല്ല. എത്ര സ്വർണ്ണാണ് ഇവിടെ. നല്ല ഭംഗിയുണ്ടല്ലേ. എന്റെ അമ്മോ, എന്താണത്? ഈ നഗരം മുഴുവനും സ്വർണമാണല്ലോ. ആ ജോണും കാണുന്നത് കണ്ടാൽ സന്തോഷം കൊണ്ട് അവന്റെ തലയ്ക്ക് വട്ടുപിടിക്കുമല്ലോ. മമ്മി, എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും സ്വർണം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഞാനിനി ഇവിടെ തന്നെ കൂടാൻ പോവാ. ഫുർഫുറെ നഗരത്തിലേക്ക് ഞാൻ തിരിച്ചു പോകുന്ന പ്രശ്നമില്ല. മമ്മി, വെറുതെ കിടന്ന് അലറണ്ട. ഞാൻ പറയുന്നത് കേക്ക്. ഇവിടത്തെ ഒരു സാധനങ്ങളും തുടരുത്. നമുക്കറിയില്ല എന്തൊക്കെ അപകടങ്ങളാ ഒളിഞ്ഞിരിക്കുന്നേന്ന്. എന്റെ അമ്മോ, ഇത് ശരിക്കും മനുഷ്യന്മാരാണോ അതോ വിഗ്രഹങ്ങളാണോന്ന് മനസ്സിലാവുന്നില്ല. ഇവരെ തൊട്ട് കഴിഞ്ഞാ ജീവൻ വരുമെന്നാ തോന്നുന്നത്. ഒന്ന് തൊട്ട് നോക്കിയാലോ? പൊളിച്ചേ. കിട്ടിപ്പോയി, കിട്ടിപ്പോയി. കിരീടവും വാളും. ആ ദിലാവർ ഖാൻ ഈ കിരീടവും വാളും കൊടുത്തിട്ട് സമാധാനത്തോടെ നമുക്കെല്ലാം നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു പോവാം. ഐഡിയ. മോട്ടു അവരെല്ലാം മമ്പയ്യാൻ തയ്യാറായി നിൽക്കുകയാണ്. നമുക്കെല്ലാവർക്കും പോയി ഓരോ പരിചയം എടുത്ത് നടുവിൽ വന്ന് നിൽക്കാം. ആരാണോ ഈ ഭടന്മാരെ ഇവിടെ സെക്യൂരിറ്റി ആയി നിർത്തിയിരിക്കുന്നത്? എന്തായാലും അവർ നല്ല പ്ലാനിങ്ങോട് കൂടി തന്നെയാ നിർത്തിയിരിക്കുന്നേ. മോട്ടു, എനിക്ക് തോന്നുന്നത് ആ കിരീടവും വാളും ഇങ്ങോട്ട് കൊണ്ടുവരുന്നതായിരിക്കും സേഫ്റ്റി എന്നാ. എന്റെ അമ്മോ, ഇത് സേനാധിപതിയാണെന്ന് തോന്നുന്നു. പകുതി മനുഷ്യനും പകുതി മൃഗവും. മാത്രമല്ല കക്ഷി ഭയങ്കര ദേഷ്യത്തിലുവാ. എന്റെ വലിയേട്ടാ, ഇത് ശരിക്കും ഒറിജിനൽ ആയിരിക്കില്ലെന്നേ. പകുതി കുതിരയുടെയും പകുതി മനുഷ്യന്റെയും ശരീരം ആർക്കെങ്കിലും ഉണ്ടാവോ? ഇത് നമ്മളെയൊക്കെ വെറുതെ പൊട്ടനാക്കുമല്ലേ? ഞാൻ ഇപ്പൊ തന്നെ അത് തെളിയിച്ച് കാണിച്ചു തരാന്നേ. അതെ വലിയേട്ടാ, ഞാൻ മോട്ടുവാണ്. ഫുർഫുറി നഗരത്തിൽ നിന്നാ വരുന്നത്. നിങ്ങൾ ശരിക്കും
ഒരു റോബോട്ടിക് യന്ത്രമല്ലേ? അല്ല, എന്റെ പേര് യാക്കോബായ് എന്നാണ്. സലിം ഖാൻ രാജാവിന്റെ സേനാപതിയാണ് ഞാൻ. ഈ കിരീടത്തിന്റെ കാവൽക്കാരൻ. ഈ കിരീടം അന്വേഷിച്ച് ആരൊക്കെ വന്നിട്ടുണ്ടോ അവരാരും ജീവനോടെ തിരിച്ചു പോയിട്ടില്ല. യാക്കൂബ് ചേട്ടാ, ജീവൻ എടുക്കുന്ന കാര്യമൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ആദ്യം ഇത് പറ, ഈ കുതിരയുടെ ശരീരം ആരാ ഉണ്ടാക്കിയത്? പിന്നെ ഇത് ശരിക്കും മെറ്റൽ തന്നെയാണോ? പത്തലോ, ഇത് ഒറിജിനലാണ്, ഒറിജിനലാണ്, ഒറിജിനലാണ്. ഓടിക്കോ, എവിടെയും നിൽക്കാതെ ഓടിക്കോ. Watch India's largest kids library only on Jio Hotstar. Download the app now.